ഇപ്പോഴേ ഒളിച്ചോട്ടം എന്ന് പറയുന്ന സംഭവം കൂടിക്കൊണ്ടിരിക്കലാട്ടാ. എന്താ പറ്റിയതെന്നൊന്നും അറിയില്ലാട്ടാ. ആ പാവ സിനിമാ താരമില്ലേ, ഈ ഇതിനെടുക്കാന്ന് കഴിഞ്ഞ ആഴ്ചങ്ങാറ്റ് ഒരു സിനിമ ഇറങ്ങിയിട്ടില്ലേ, മഹാരാജാസ് ഹോസ്റ്റലാ. അതിൻ്റെ അകത്തിലെ അഖിൽ എന്നും കാറ്റം പറഞ്ഞൊരു ചങ്ങായി ഉണ്ട്. അവൻ്റെ ഭാര്യ ഒളിച്ചോടി നിന്ന് രാവിലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലാന്ന്. ഓൻ്റെ ഭാര്യ ഒളിച്ചോടി, കണ്ടക്ടറെ കൂടിയാന്ന് ഒളിച്ചോടിയെന്ന് പറയുന്നുണ്ട്, ക്ലീനറെ കൂടിയാന്ന് ഒളിച്ചോടിയെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു വേട്ടാവളിയൻ്റെ കൂടെ ആ പെണ്ണം ഇറങ്ങിപ്പോയി, അത്രയേ ഉള്ളൂ. മുടിഞ്ഞ പ്രേമേനും പോലീറ്റുങ്ങൾ. മുടിഞ്ഞ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള പ്രേമാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. സത്യം മാത്രമേ പറയില്ലേ, ഒരു നുണയും ഇടുന്ന് കിട്ടൂല, ഒരാളെ ഭാഗത്ത് കൂടിയിട്ടും പറയത്തില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, അഖിൽ എന്ന് പറയുന്ന സിനിമാ താരം സ്വയം അധ്വാനിച്ച് വന്നവൻ. അവൻ്റെ കോമഡി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടി ഒളിക്കുമായിരുന്നു. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, എനിക്ക് ഇമാതിരി കോപ്രായ കോമഡി ഇഷ്ടമല്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നോക്കൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ ഭാര്യ ഇന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എടുത്തിട്ട് അങ്ങ് അലക്കുന്നുണ്ട്. ആ പെണ്ണാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് 5-6 മാസം അങ്ങനെയായിട്ട് ആയുള്ളൂ. പിന്നെ മുടിഞ്ഞ പ്രണയനും പോലും ആ പ്രണയത്തിനൊടുവിലാണ് കല്യാണം കഴിച്ചത്. ഞാനങ്ങനെ കുറേ നോക്കി. ഇനി ഇവൻ്റെ കോമഡി കണ്ടിട്ട് പിന്നെ എന്താ പറയേണ്ടത്, വട്ടായിട്ട് ഇറങ്ങിപ്പോയതാണെന്നോ അതും അറിയില്ലല്ലോ. അപ്പോഴാണ് മനസ്സിലായത് ഈ ചങ്ങായി ആയിട്ട് വലിയ പ്രശ്നങ്ങൾ എന്തെല്ലോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അയൽവാസികൾ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ഈ സംഭവം ഉള്ളത് തന്നെയാണ്. 2 ദിവസമായി ആ പെണ്ണ് കിടന്ന് ഒളിച്ചോടി പോയിട്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അല്ലാതെ ഇവറ്റകൾക്കെന്നാൽ കുറച്ചെങ്കിലും ബോധം വേണ്ടായിരുന്നു. ഈ ഒളിച്ചോടി പോകുന്നതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താ, ഇപ്പം ന്യൂജൻകാർ കൂടുതലായിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യലാണ്. അങ്ങനെ വേഗം പോയിട്ട് ഡിവോഴ്സ് ചെയ്യുക, ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്തോൻ്റെ കൂടി അങ്ങ് പോയാൽ പോരെ. എന്തിനാണ് ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് വല്ലതും കിട്ടുമോ? എന്തിനിങ്ങനെ നാണം കെട്ട പരിപാടിക്ക് വെക്കുന്നത്? ഇപ്പോൾ ഒരു ഫാഷൻ പോലെയാണ് ഈ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കുറേ നാൾ ഒരുത്തൻ്റെ കൂടെ അങ്ങ് ജീവിക്കുക, അവനെന്തോ കഴിവില്ല, ഇല്ലെങ്കിൽ അവനെന്തോ ഇതില്ല, അവൻ എൻ്റെയോ കുറവുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധം പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഒളിച്ചോടുക. ഒളിച്ചോടിയിട്ട് ഇനി എന്താ കിട്ടുന്നത്? ഇനിയിപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാം. അതായത് ഈ ബസ് ക്ലീനർ കൂടിയും അതുപോലെ തന്നെ ഈ ബസ് ഡ്രൈവറും ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒരുപോലെയൊന്നല്ല. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി തോന്നിയവാസികളും കുറേ ഉണ്ടായിരുന്നു. അതായത് ഈ ബസ് ജീവനക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല, ബസ് ജീവനക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പലരും പറയുന്നതല്ലേ. ഇവരുടെ സ്റ്റാൻഡിലുള്ള ആ ഒരു ചില പെർഫോമൻസ്, അതുപോലെ തന്നെ ഇവറ്റകൾ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നിന്നിട്ട് കടിപിടി കൂടുന്നത്, ഏതോ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഈറ്റുങ്ങൾ പേ പിടിച്ച പട്ടികളെ പോലെ എന്ന് പറഞ്ഞാൽ റോഡിൽ കിടന്നിട്ട് സർക്കസ് കഴിച്ച് കുത്തി മറിയുന്നത്, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട് ഈ ഇവറ്റകൾക്ക്, അതായത് ഈ ബസ് ജീവനക്കാർക്ക് പ്രധാനമായിട്ടും പെണ്ണ് കിട്ടാത്തത്. അതുകൊണ്ടാണ്. എല്ലാവരും ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടാ. മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഞാനെന്തോ ഒരു വലിയ റൗഡിയാണ്, അല്ലെങ്കിൽ ഞാനെന്തോ വലിയ ഉണ്ടയാണ് എന്നൊക്കെ പറയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളിച്ചൊരു ഗുണ്ട. ഓൻ ഇന്നലെ കണ്ടില്ലേ, ഓൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് തന്നെ സങ്കടം വന്നു പോയായിരുന്നു. ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്താ അറിയാം, 2 ദിവസം ഇവൻ ആൾ കൊള്ളാലോടോ, ഇവൻ ഭയങ്കരാന്നല്ലോടോ, ആഭ്യന്തരമന്ത്രിനെയും പോലീസിനെയും എല്ലാം ഇങ്ങനെ നെഞ്ചുഴത്തിയിട്ട് വെല്ലുവിളിക്കണ്ടെങ്കിൽ ഇവൻ കീരിക്കാടൻ ജോസിൻ്റെ ബന്ധുവായിട്ട് തന്നെ വരുന്നൊക്കെ ഞാൻ കരുതിയാണ്. അത് കഴിഞ്ഞ് പിടിക്കും തോന്നിയപ്പോൾ, അതുപോലെ തന്നെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ആ വീഡിയോ ഇങ്ങനെ തുരുതുര വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര, ഞാൻ ഇവനെയാണോ തെറ്റിദ്ധരിച്ചത്? അതായത് ഈ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ നോക്കിയിട്ടല്ലേ പറയുന്നത്. ആ മുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മുന്നിലല്ലല്ലോ പോയിട്ട് പറയുന്നത്. അപ്പോഴും നമുക്ക് ധൈര്യം കൂടൂ. അതുപോലെ തന്നെ ഈ ബസ്സുകാരുടെ കാര്യവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുതലാളിമാരുണ്ടാവുമല്ലോ, എല്ലാത്തിനും മുതലാളിമാർ മുന്നിലുണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഇവനെന്ത് ചെയ്യും, അങ്ങ് വെല്ലുവിളിക്കും. പക്ഷേ ഇവൻ്റെ ആ ഒരു വിലയാന്ന് അവിടെ പോകുന്നതെന്ന് അവന് മനസ്സിലാവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ വലിയ വലിയ ഗുണ്ടായിസവും പിന്നെ എന്ന് പറഞ്ഞാൽ റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഇതിനിടയ്ക്ക് ഒരു റീല് കണ്ടു. ഈശ്വര, എന്നാ അറിയാം, 2 മിനിറ്റിൻ്റെ ഇടയിൽ പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്നൊരു ബസ്, ഇവർ 2 പേരും ചേർന്നിട്ട് ആ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കിടന്നിട്ട് ഇവറ്റകളുടെ ആ ഒരു സംഭവം കാണുമ്പോൾ അവിടെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരൊക്കെ മക്കളുണ്ടെങ്കിൽ ഐറ്റങ്ങൾക്ക് എത്ര നാണക്കേടുണ്ടാവും. അതുപോലെ തന്നെ ഇവൻ്റെയൊക്കെ അച്ഛനമ്മമാർ ഇത് കാണുമ്പോഴുള്ള വിഷമത്തിലായിരിക്കും. ഈ വേറെ ഏതോ ഒരുത്തന് വേണ്ടിയിട്ടല്ലേ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇന്നസെൻറ്റും മറ്റേ ജഗദീഷെല്ലാം കൂടിയിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇങ്ങനെ ചളിയിലിങ്ങനെ കെട്ടി മറിയില്ലേ, അതേപോലെ ഇവറ്റകൾ ഇങ്ങനെ കടിപിടി കൂടുമ്പോൾ ഞാൻ ഒരിക്കൽ വിചാരിച്ചു പറഞ്ഞു, ചോദിക്കണേന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ പൈസ തരുന്നുണ്ടോ മക്കളെ നിങ്ങളെ മുതലാളിമാരെന്ന്. അപ്പം അങ്ങനെ പോലും കിട്ടാത്ത ഒരു വിഭാഗങ്ങൾ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു വിഭാഗം ചില ബസ്സുകാർ തന്നെയാണ്.
ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവറ്റകളുടെ വിചാരം എന്താ വെച്ചാൽ ഞങ്ങളെന്തോ ഒരു വലിയ കൊമ്പത്താണെന്നാണ്. ഏതായാലും അഖില് എന്ന് പറയുന്നവൻ്റെ ഭാര്യ ഒളിച്ചോടിയത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് 1-2 ദിവസം കഴിഞ്ഞാൽ ആ പെണ്ണിങ്ങോട്ട് വരുവായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സ്വർണം, കുറച്ച് പണം, ഇതൊക്കെ ആയിരിക്കും മറ്റവൻ്റെ കണ്ണിൽ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ നിന്നെ പോറ്റാം എന്നുള്ള ഗ്യാരണ്ടി ഒന്നും കൊടുക്കത്തില്ല. ഇപ്പോഴും കാണുന്നില്ല ഒളിച്ചോടി ആരെങ്കിലും മനസമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടോ? ഒളിച്ചോടിയിട്ട് കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും ടീം മനസമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് അവർക്ക് സന്തോഷിക്കുക. കാരണം എന്താ പറയുക, കുഞ്ഞുങ്ങളില്ലല്ലോ. ആ കുഞ്ഞുങ്ങളുണ്ടെങ്കിലാണ് അവർക്ക് വലിയൊരു പ്രശ്നമായി മാറുന്നത്. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ അഖിൽ എന്ന് പറയുന്നവന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വേറൊരു കല്യാണം കഴിക്കാം, ഇനി ഇതിൻ്റെ ഡിപ്രഷനും അടിച്ചിട്ട് വേണമെങ്കിൽ മാറി ഇരുന്ന് കരിയുക, ഇത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഏതായാലും അവന് നന്ദി പറയുക, അത്രയേ വേണ്ടു. കാരണം എന്താ വെച്ചാൽ ഇതുപോലൊരു മുതലിനെ നിങ്ങൾ പോറ്റാതെ ഏതായാലും അവൻ എടുത്തുകൊണ്ട് പോയല്ലോ, അതിന് നന്ദി പറയാണ് വേണ്ടത്. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അവിഹിതമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ ഇവൻ ഷൂട്ടിങ്ങിനും മറ്റേടേക്കും പോകുമ്പോഴായിരുന്നു ഓനെ വിളിച്ച് വീട്ടിൽ കയറ്റി അവിടുന്ന് പിന്നീട് എന്ന് പറഞ്ഞാൽ അവിഹിതവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് അന്നേരം എന്താ ചെയ്യുക? അതുകൊണ്ടാണ് പറയുന്നത്. ഏതായാലും അപ്പം ഭാഗ്യവാൻ തന്നെയാണ്. കാരണം ഇറങ്ങിപ്പോകാൻ തോന്നിയല്ലോ. ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഒരു വൃത്തികെട്ട പരിപാടി തന്നെയായത്. അതായത് കുടുംബത്തിലെ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് വിളിച്ചു കയറ്റൽ വേറെ, അതുപോലെ തന്നെ ഇമാതിരി തോന്നിയവാസങ്ങൾ വേറെ. ഇവറ്റകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നാറയില്ലേ, ഈ നാറ കൊണ്ട് എന്ന് പറയുന്ന പെടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ അമ്മാതിരി തൊട്ടിത്തരാ കളിക്കുന്നത്. കുടുംബജീവിതം എന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നീട് ബലവനുമായിട്ട് അവിഹിതം ഓനെയായിട്ട് വീട്ടിൽ കയറ്റുക. അതുപോലെ തന്നെ ഭർത്താവില്ലാതേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ കൊണ്ടുവന്ന് കയറ്റുക. എന്നിട്ട് പറയുക, എന്നിട്ട് മറ്റേ ഇത് പറയുക, ഓന് കഴിവില്ല, അല്ലെങ്കിൽ ഓനാവൂല, ഓന് ഇത് വരുന്നില്ല, ഇങ്ങനെയുള്ള കുറേ പ്രഹസനങ്ങളും നാണവുമാനും ഉളുപ്പുമില്ലാതെ കുറേ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴായിരുന്നു. ഇപ്പോഴും ഒളിച്ചോടുന്ന പിന്നെ വിഷ്വൽസ് എല്ലാം പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യമായിരുന്നു? ഒളിച്ചോടുമ്പം പ്രത്യേകിച്ച് വിഷ്വൽസ് ഒന്നും വേണ്ടായിരുന്നു. ആരെങ്കിലും കാണുന്നുണ്ടെന്ന് ഇങ്ങനെ പണ്ടൊക്കെയാണെന്ന് ഇങ്ങനെ, ഇപ്പം എല്ലാം എന്ന് പറഞ്ഞാൽ നേരെ നടന്നിട്ട് തന്നെയാണ് പോകുന്നതായിരുന്നു. ഇതാണ് ഇപ്പം നമ്മുടെ നാട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കേൾക്കേണ്ടത്? കലികാലം ശിവ ശിവ എന്ന് പറയുന്ന പോലെയായിപ്പോയി ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥയായിരുന്നു. അതായത് ഒരു ബന്ധത്തിന് ഒരു ആത്മാർത്ഥതയില്ല. അല്ലാതെ ഈ ഇത്രയും പ്രണയവും, എന്തൊരു പ്രണയമായിരുന്നു ഭഗവാനെ. അതുപോലെ തന്നെ ഓരോ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഈ അഖില് എന്ന് പറയുന്നവൻ അവളെക്കുറിച്ച് പറയുന്ന വാദോരാതിയുള്ള വാക്കുകൾ കേട്ടപ്പോഴേ ഞാനൊക്കെ കരുതിയത് ഈ പെണ്ണെന്തോ ഒരു വലിയ സംഭവമാണെന്നാണ്. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത്, എൻ്റെ പൊന്നു മക്കളെ, പ്രണയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്. അതൊന്നും വലിയ കാര്യമേ അല്ല. ആ അവസരം കിട്ടിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തനി സ്വഭാവം കാണിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ കയ്യും കാലും കാണിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ ഒരുപാടെണ്ണം ഉണ്ടാവും. അത് നമ്മുടെ ചുറ്റും തന്നെ കുറേ എണ്ണം ഉണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഈ അവിഹിതം തന്നെയാണ് പ്രധാനപ്പെട്ടത്. അല്ലാതെ നിങ്ങൾ നോക്ക്, പാർക്കായാലും ബീച്ചായാലും ഇപ്പം മഴയായതുകൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി മഴയെല്ലാം പോയി കഴിഞ്ഞാൽ തുടങ്ങും വീണ്ടും നടന്ന്. കാരണം എന്താ വെച്ചാൽ ചോദിക്കാനും പറയാനോ അല്ലെങ്കിൽ ചോദിക്കാനും പറയാനോ പറ്റൂലല്ലോ. ചിലപ്പോൾ പാവം ഭർത്താക്കന്മാർ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഗൾഫിൽ കിടന്നിട്ട് ആ പൊരി വെയിലത്തിരുന്ന് പണിയെടുക്കലായിരിക്കും. ഇവിടെ ആണെങ്കിൽ ഭാര്യ ആ ഉള്ള പൈസ എടുത്തിട്ട് തൻ്റെ കാമുകനുമായിട്ട് ഇങ്ങനെ സുള്ളി അടിക്കുന്നുണ്ടാവുമായിരുന്നു. ഇപ്പോൾ കാറിലായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ കാറ് ആരെങ്കിലും വന്ന് നോക്കും. ഇപ്പോൾ അതൊന്നും നോക്കൂലല്ലോ. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭാര്യ ഏതാ ഭർത്താവ് ഏതാ ഒന്നും മനസ്സിലാക്കാനും പറ്റൂലല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ അഖില് എന്ന് പറയുന്നവൻ ഇനി ഇതിൻ്റെ പുറകിൽ പോയിട്ട് ഡിപ്രഷൻ അടിച്ച് സങ്കടപ്പെട്ടിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ എന്താ പറയുക രാക്ഷസി പോയി എന്ന് വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. കാരണം പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന പോലെ കുറേ കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ അവനും എടുത്തു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോയിക്കോട്ടെ, അത്രയേ ഉള്ളൂ ആയിരുന്നു. ഇതിൻ്റെ പുറകിൽ തന്നെ പോയിട്ട് ഇനി കൂടുതൽ നാണം കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളതായിരുന്നു. എന്ത് ചെയ്യാനാണ് ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മുഴുവൻ ആ ഒരു പടം ഇറങ്ങിയിട്ട് വരെ ഇത്തിരി ഇത് കിട്ടിയില്ല. ഇനിയിപ്പോൾ ആ പടത്തിന് നാളെ പോലെ ആൾക്കാർ അടിച്ച് കയറുന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഈ കുരിപ്പിന് എന്നാൽ കുറച്ച് 2 ദിവസം മുമ്പേ ഒളിച്ചോടിക്കൂടെ? ആ പടം ഇറങ്ങുന്ന സമയമാകുമ്പോൾ അതിന് കുറച്ച് ഒരു പരസ്യങ്ങളും കിട്ടിയതിനായിരുന്നു. അതായത് അവൻ്റെ ഭാര്യ ഒളിച്ചോടിയിട്ടുണ്ട്, എന്നാൽ പിന്നെ ആ നായകനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും പടം കണ്ടിട്ടൊന്നും ഇതായതിനായിരുന്നു. അതുപോലും ഇല്ലാതാക്കി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഉള്ള കാര്യം തന്നെയാണ്. എൻ്റെ നിരീക്ഷണത്തിൽ കണ്ട സത്യങ്ങളാണ് നടന്നത്. നന്ദി, നമസ്കാരം.